കൊല്ലത്തെ കൊല്ലൂർവിള സർവീസ് സഹകരണ ബാങ്കിലെ 120 കോടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 13 പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. ബാങ്ക് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെട്ട മുൻ ഭരണസമിതി അംഗങ്ങളെയാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കൊല്ലൂർവിള സർവീസ് സഹകരണ ബാങ്കിൽ 2020-2021 കാലയളവിലെ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഡിറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടിലാണ് 120 കോടി രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. തുടർന്ന് രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകി. 13 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. 120 കോടി രൂപയുടെ തട്ടിപ്പായതിനാൽ കേസ് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. സഹകരണം രജിസ്ട്രാറുടെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം ബാങ്കിലെത്തി രേഖകൾ ശേഖരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2020-21 കാലയളവിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ 13 ഭരണസമിതി അംഗങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഫെബ്രുവരി ആദ്യ ആഴ്ച പോലീസ് ക്ലബ്ബിൽ എത്തണം. ചോദ്യം ചെയ്യലിന് മുമ്പ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കരുത്, ആരെയും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നും നോട്ടീസിലുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. റിപ്പോർട്ടർ TV വാർത്ത നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. റിപ്പോർട്ടർ, കൊല്ലം.